യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പപ്പേട്ടാ വന്നിരിക്കുന്ന കണ്ടില്ലേ? പപ്പേട്ടാ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ കാണണ്ട. പപ്പേട്ട മാറി നിൽക്ക്. ഞാൻ പോയി അമ്പാലിയോട് പറഞ്ഞിട്ട് വരാം. ശരിയാണ്, ഞാൻ അപ്പുറത്തുണ്ടാവും. അമ്മേ, നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കാം. ഹരിതേ, നീ ഡിക്കി തുറക്കാം. വാ. അതെ, അവിടുന്ന് ആ ബാഗും കൂടി ഇങ്ങെടുത്ത. എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി ആ ഉരുമ്പട്ടുകളും ഭാവനയും കുടുംബവും വരേണ്ട താമസമേ ഉള്ളൂ. എല്ലാം സാവധാനം മതിയേട്ടാ. ആർക്കും ഒരു സംശയവും തോന്നാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ടിരിക്കുക. ഏട്ടാ, എനിക്കൊരു സംശയം. അവര് കൊണ്ടുവരുന്ന സാരിയില് നമ്മൾ എങ്ങനെ കെമിക്കൽ സ്പ്രേ ചെയ്യും? അതിനുള്ള ആളാണ് ഞാൻ ഏർപ്പാടാക്കിയ ബ്യൂട്ടീഷ്യൻ. അവളെല്ലാം ചെയ്തോളും. കിടക്കുക അമ്പാലികെ. ഭാവനയും കുടുംബം വന്നിട്ടുണ്ട്. വേഗം വാ, അവരോട് കേറണ്ടെന്ന് പറ. അതെന്തിനാ അവരോട് കയറണ്ടെന്ന് പറയുന്നത്? പറയാട്ടാ, വാ. ഭാവനെ, ഭാമയുടെ ചടങ്ങ് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന പോലെ മടങ്ങിപ്പോണം. അമ്പാലിക എന്താ അങ്ങനെ പറയുന്നത്? ഭാമയുടെ ചടങ്ങ് ചെയ്യാതെ ഞങ്ങൾ എങ്ങനെ മടങ്ങിപ്പോകും? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ആരും ചടങ്ങിന് പങ്കെടുക്കുന്നത് അഭിക്ക് ഇഷ്ടമല്ല. അവനത് എന്നോട് തുറന്നു പറഞ്ഞു. എന്താ പ്രശ്നം? ഞങ്ങളെ അകത്തേക്ക് വിടുന്നില്ല അങ്കിളെ. ചടങ്ങിന് പങ്കെടുക്കണ്ട, മടങ്ങി പോവാനാ ആന്റി പറയുന്നത്. എന്താ ഇവരില്ലാതെയാണോ ബാമയുടെ ചടങ്ങ് നടത്താൻ പോകുന്നത്? അതെനിക്കറിയില്ല. ഇത് അഭിയുടെ തീരുമാനോ അല്ലാതെ എന്റെ തീരുമാനം അല്ല. അവരിതിനെ കുറിച്ചുള്ള വിവരം ഇല്ലാത്തതുണ്ടാവും. ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദേഷ്യത്ത് പറഞ്ഞതാവും. ആയിരിക്കും. അത്രമാത്രം ഇന്നലെ ആ രമേശൻ പറഞ്ഞില്ലേ? അമ്പേ, പലരും വരാനുള്ളത്. ആരെങ്കിലും കണ്ട നമുക്കതിന്റെ നാണക്കിടും. അത് ഞാനങ്ങ് സഹിച്ചു. അഭിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ഇവരെ കടത്തിവിടില്ല. എന്താ ആന്റി ഇത്? ഭാമ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി നടത്തുന്ന ചടങ്ങല്ലേ ഇത്? ഞങ്ങളെ പറഞ്ഞു വിട്ടാ അവക്ക് സന്തോഷം ഉണ്ടാവുന്ന ആന്റിക്ക് തോന്നുന്നുണ്ടോ? അപ്പോ അഭി ഇവിടുന്ന് ഇറങ്ങി പോട്ടെ എന്നാണോ? ഹേയ്, അഭി ഒരിടത്തും പോയില്ല. ഞാൻ അവരോട് സംസാരിച്ചോളാം. ആന്റി, എന്തിനാ ഈ വാശിയും വൈരാഗ്യമൊക്കെ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും കൂടി സന്തോഷത്തോടെ ഈ ചടങ്ങ് നടത്തി പിരിയുന്നതല്ലേ നല്ലത്? അതെ ആന്റി, ദയവായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ ചടങ്ങ് മുടക്കിയേ അടങ്ങുമെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല.
ദേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കും. നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, കാര്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെ വഴിയിൽ തന്നെ നിന്ന് സംസാരിക്കണം ആന്റി, പലരും നോക്കുന്നുണ്ട്. നീ സംസാരിക്കണ്ട, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അഭി ഈ ചടങ്ങ് നടത്തണ്ട എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്കൊരു മര്യാദയുണ്ടല്ലോ, അതുകൊണ്ടാ ഞാനിത് നടത്താൻ തീരുമാനിച്ചത്. ആന്റി, അഭിയോട് ഞാൻ സംസാരിക്കാം. അഭി പറയുകയാണെങ്കിൽ ഞങ്ങൾ മടങ്ങി പൊയ്ക്കോളാം. അഭിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ലെങ്കിലോ? അതെ, അവന് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല. ഈശ്വര, അമ്മ ആരെ അകത്തേക്ക് വിടുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്പേ, ഞാൻ അബിയോട് പോയി സംസാരിക്കാം. നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി തരുന്ന മതി. പ്രതാപേട്ടാ, ദേ വെറുതെ അവനെ ഇവിടുന്ന് പറഞ്ഞയക്കണോ? അങ്കിളെ വേണ്ട, അങ്കിളായിട്ട് ഇനി അഭിയെ പിണക്കണ്ട. ഇനി ആ ഒരു പേരുദോഷം കൂടി ഞങ്ങൾക്ക് വേണ്ട. എന്നാ പിന്നെ വായിച്ച് നമുക്ക് തിരികെ പോകാം. ഈശ്വര, തിരികെ പോവാനോ? ഈ വിജയപത്മനെ ജാനകിയും കാണുന്നില്ലല്ലോ. ഇവരിതെവിടെ പോയി കാണും? ഭാമേശ്വരോട് പോയി പറയാം, അല്ലാതെ വേറെ വഴിയില്ല. പൊളിച്ചടുക്കുകയാണല്ലോ. അതെ അതെ, നല്ലോണം രണ്ടെണ്ണം പറയട്ടെ, കണ്ടുകൊണ്ട് നിക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇടപെടാൻ നേരമായോ? വരട്ടെ, കൊറേ നേരം നിന്ന് മുഷിയുമ്പോൾ നമ്മൾ പോകും, അതാ നമുക്കും ഗുണം. ചേച്ചി വാ പോകാം. വരട്ടെ വരട്ടെ, എന്തായാലും വന്നില്ലേ. അഭിയും കൂടി മടങ്ങിപ്പോവാൻ പറഞ്ഞ നമുക്ക് പോവാം. ചേച്ചി ഒരു മിനിറ്റ്, ഭാമേശ്വരോട് ഒരു കാര്യം പറയാനാ. ബാജി വന്നേ. ഭാമേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഭാമേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുമെന്ന്. വന്നു ചേച്ചി. പക്ഷേ അമ്മ എല്ലാവരും മുൻവശത്ത് തടഞ്ഞു നിർത്തിയിരിക്കുക, അകത്തേക്ക് വിടുന്നില്ല. അച്ഛൻ പറഞ്ഞിട്ടും അമ്മ കേൾക്കുന്നില്ല. എന്നാൽ അതെനിക്കൊന്ന് അറിയണമല്ലോ. മോള് വന്നേ. അതെ ചേച്ചി, ഇതെങ്ങനെ വിടാൻ പാടില്ല. വാ. ദേ, നിങ്ങൾ ആരും ഈ ചടങ്ങിന് പങ്കെടുക്കുന്നത് അഭിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല ആന്റി, ഞങ്ങളില്ലാതെ എങ്ങനെയാ ഭാമയുടെ ചടങ്ങ് നടക്കുന്നേ? അവളെന്താ ആരും ഇല്ലാത്ത അനാഥയാണോ? ഇതാ പറഞ്ഞത്, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. നിങ്ങൾ വേഗം ചെല്ലാൻ നോക്ക്. അപ്പേട്ടാ, ഇനി നമുക്ക് പോയി ഇടപെടാം. വാ. ഇവരിതെവിടെ പോവാ? നോക്കാം. അല്ല, പോയോ? ഇത് തപ്പട്ടാ.